നമസ്കാരം. ഷാ ശേ ശിവൻകുട്ടി സഖാവിനോടാണ് എൻ്റെ പൊന്നും മന്ത്രി മിനിസ്റ്ററെ, നിങ്ങളുടെ ആ പദവിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കാൻ യോഗ്യ ആളേ അല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയ പദവി ഇനിയെങ്കിലും 4 വർഷം കഴിഞ്ഞില്ല അതിലിരിക്കാമെന്ന് പോയിട്ട് പണി പഠിച്ചിട്ടില്ലേ? ഈ സംസ്കാരം അല്ലെങ്കിൽ മതം ഇങ്ങനെയുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ കൊണ്ടുപോയി കൈ തോണ്ടി ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെല്ലാം മേഖലകളിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലേ? ചില മാധ്യമങ്ങളും സർക്കാരും കൂടി ഇപ്പോൾ നടക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒതുക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളോടൊപ്പം സർക്കാർ നടത്തുന്ന ഈ പരിപാടിയിൽ, അതായത് നിങ്ങളെപ്പോലുള്ളവർ പോയി ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്, ആ പൊസിഷൻ നിങ്ങൾ കീപ്പ് ചെയ്യണം. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അതനുസരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജോലി. നിങ്ങളുടെ പൊസിഷൻ്റെ അതിൻ്റേതായ പവറുണ്ട്, അതിൻ്റേതായ രീതിയുണ്ട്, നിങ്ങളത് കീപ്പ് ചെയ്യണം. ഈ പാദപൂജ, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് മറ്റൊന്നാണ്, മതങ്ങൾ മറ്റൊന്നാണ്. ഇതിൻ്റെയൊക്കെ പോരായ്മകൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഗവർണർ, ഭാരതാംബ വിവാദം, ഇതൊന്നുമല്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് ന്യൂനതകളുണ്ട് അല്ലേ? ഇപ്പോൾ A²+B², അല്ലെങ്കിൽ പാനിപ്പട്ടി ഉത്തരം, ടിപ്പു സുൽത്താൻ്റെ വാള്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളെപ്പോലുള്ളവർ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ശരിയാണ്, ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എല്ലാ മേഖലകളിലും വരുന്നതാണെങ്കിലും ആ സങ്കീർണതകളിലേക്ക് പോകേണ്ട ഒരു ആവശ്യവും ഞങ്ങളെപ്പോലുള്ളവർക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും ഏത് തരത്തിലാണ് വിദ്യാഭ്യാസം ആവശ്യമാകുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ് 7ാം ക്ലാസ് വരെ ആ കുട്ടികളെ രൂപീകരിച്ച് പിന്നീട് അവർക്ക് അങ്ങോട്ട് അവരുടെ അഭിരുചി എന്താണോ അതിനനുസരിച്ചുള്ള ഗ്രേഡുകളിൽ ആണ് അവരെ ഇരുത്തുകയും അങ്ങനെ പഠിപ്പിക്കുകയും വരുന്നത്. ഡോക്ടർ in any other countries are born to be doctors, a nurse in any other countries are born to be nurses, a carpenter in any other countries are born to be carpenters അല്ലേ? അങ്ങനെയൊക്കെ ആയി പിള്ളേരെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള ഈ മേഖലകളിലൊക്കെ ചുറ്റിക്കറങ്ങി സർക്കാരിൻ്റെ കാശ് അടിച്ചു മാറ്റി നടന്ന് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് മന്ത്രിമാർ, യൂസ്ലെസ് മന്ത്രിമാർ, ശിവൻകുട്ടി ആവട്ടെ, പാർട്ടി സെക്രട്ടറി ആകട്ടെ, ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാതെയല്ല ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവരിത്തിങ്. ചില മാധ്യമങ്ങൾ കൂട്ടി ഇപ്പോൾ നടക്കുന്ന ഈ പാദപൂജ സംസ്കാരത്തെ അതിൻ്റെ വഴിക്കിടുക, അതിൻ്റേതായ സങ്കീർണതയുണ്ട്. അതെല്ലാം ശരിയാണ് എന്നുള്ളതല്ല. നമ്മുടെ സംസ്കാരം, മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും 2 കാര്യങ്ങളാണ്. അഡ്മിനിസ്ട്രേഷൻ തന്നെ ചെയ്താൽ ശരിയാവില്ല. യു ഹാവ് ടു മാനേജ് തിങ്സ് ടു. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ കൊണ്ടുപോകണം. അതുകൊണ്ട് എൻ്റെ പൊന്നു ശിവൻകുട്ടി, നിങ്ങൾ ഇനി പോയി ഇങ്ങനത്തെ കോലാഹലങ്ങളിൽ പെടാതെ, നിങ്ങളെന്നൊക്കെ പ്രായത്തിന് മൂത്തതാണെങ്കിലും ശിവൻകുട്ടി ചേട്ടാ എന്ന് പോലും വിളിക്കാതെ നിങ്ങളെ ശിവൻകുട്ടി എന്ന് വിളിക്കുന്നത് നിങ്ങളോടുള്ള നമ്മളെ ഈ നാട്ടിലെ ജനങ്ങളുടെ വെറുപ്പ് എൻ്റെ മനസ്സിലും ഉള്ളതുകൊണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പണ്ട് നിയമസഭയിൽ കയറി തോന്നിയാസം കാണിച്ച നിങ്ങളെപ്പോലെ ഒരുത്തൻ വിദ്യാഭ്യാസ മന്ത്രിയായപ്പം എൻ്റെ ഉള്ളിലുള്ള രോഷം എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുമായിരുന്നുള്ളൂ. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി ഇതാണ്. വിദ്യാഭ്യാസമില്ലാത്ത, യോഗ്യതയില്ലാത്തവരെ അതാത് സ്ഥാനങ്ങളിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി. പ്രായം കഴിഞ്ഞ, റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞ ആൾക്കാരെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെ ഒക്കെ ഏത് സ്ഥാനത്ത് ആരാണ് വേണ്ടത് എന്ന് അറിയാതെ ചെയ്യുക എന്നുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിൻ്റെ സിസ്റ്റം പുലർത്തി പോരുന്നിടത്താണ് നിങ്ങളെപ്പോലുള്ളവർ ഇത് കൂട്ടം മണ്ടത്തരങ്ങൾ, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിത്തീറ്റിക്കുന്ന ഇത് കൂട്ടം മണ്ടത്തരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്കറിയാം ഇത് നിങ്ങളുടെ മാത്രം ആഗ്രഹമോ ഇഷ്ടമോ ആശയമോ അല്ല. അങ്ങനെ ഒരു ആശയം പറയാനുള്ള വലിമ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ മികച്ച ഒരു സ്ഥാനമാണ്. അതിന് നിങ്ങൾ യോഗ്യനല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോവുക. ഇമാതിരി അനാവശ്യമായ കാര്യങ്ങൾ, സംസ്കാരത്തെ ചൊറിയുന്നത്, മതത്തെ ചൊറിയുന്നത്, എന്നിട്ട് നാട്ടുകാർക്ക്, മാധ്യമങ്ങൾക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട് വിളമ്പാനിട്ട് കൊടുക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അല്ലാതെ മുഖ്യം കാണിക്കുന്നത് പോലെ അള്ളിപ്പിടിച്ച് അവിടെ കയറിയിരിക്കുക അല്ല ചെയ്യേണ്ടത്. ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതിൻ്റെ അന്തസത്തയെ നിങ്ങൾ ഇനിയും തകർക്കാതിരിക്കുക. എന്നിട്ട് ആവശ്യമുള്ള വിദ്യാഭ്യാസപരം, ഗതാഗത നിയമങ്ങൾ പഠിപ്പിക്കുക. വയലൻസ്, ഏറ്റവും അധികം കുഞ്ഞുങ്ങൾ വയലൻസ് പഠിക്കുന്നത് പുറത്തിറങ്ങി ഈ റോഡിൽ കാണിക്കുന്ന ഈ പരിപാടികളിലൂടെയാണ്. ഗതാഗത നിയമങ്ങൾ അത് ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിപ്പിക്കുക. സെക്ഷുവൽ എഡ്യൂക്കേഷൻ ചെറുപ്പം മുതലേ സ്കൂളുകളിൽ കൊടുക്കുക അതിൻ്റേതായ രീതിയിൽ. അല്ലാതെ യൂണിഫോം യൂണീക്കായിട്ടിടുക. ആ ഷെയിം ഓൺ യു മിനിസ്റ്റർ, ബിഗ് ഷെയിം ഓൺ യു. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങളോടും നിലവിൽ നടക്കുന്ന, ഇപ്പോൾ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ കാണുക, അതുമായി മുന്നോട്ട് പോവുക.
അതിൽ നിന്ന് വഴിതിരിച്ചു വിടാതിരിക്കുക മാധ്യമങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ അഭ്യർത്ഥന ശ്രീകണ്ഠൻ നായർ സാറോട്, ഹാഷ്മിയോടൊക്കെയാണ്. നിങ്ങളൊക്കെ, അല്ലെങ്കിൽ മാധു, ഇങ്ങനെ വിനു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവർ ഈ സമയത്ത് ആരുടെയോ ചട്ടുകമായി ഇത്തരം വില കുറഞ്ഞ ശിവൻകുട്ടിയുടെ ഒക്കെ വില കുറഞ്ഞ ഇത്തരം പരിപാടികളുമായി അതിൽ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങളെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. നമസ്കാരം.